നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവോരങ്ങളിൽ കരിങ്കുടി പ്രതിഷേധം നടത്തിയപ്പോൾ ഡിവൈഎഫ്ഐയുടെയും എസ്എഫ്ഐയുടെയും പ്രവർത്തകരും പോലീസുകാരും അംഗരക്ഷകരടക്കമുള്ളവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലതല്ലി തകർത്തപ്പോൾ അതിനെതിരെ രൂക്ഷമായ പ്രതിഷേധമായിരുന്നു സെക്രട്ടേറിയറ്റിന് മുൻപിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി നടന്നിരുന്നത്. ആ പ്രതിഷേധത്തിൽ പോലീസുമായി വലിയ സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടമായിരുന്നു. രാഹുൽ മാങ്കൂട്ടം കേസിൽ 4ാം പ്രതിയാണ്. അദ്ദേഹത്തെ ഇന്ന് രാവിലെ പോലീസുകാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ആ അറസ്റ്റിനെ തുടർന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായുള്ള സമരങ്ങൾ നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇതുമായി സംബന്ധിച്ച് മാധ്യമങ്ങളെ കണ്ട് തന്റെ പ്രതിഷേധം അറിയിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കൊലപാതകിയല്ല, അയാൾ ഒളിവിലുമായിരുന്നില്ല. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അടക്കം നിരവധി പാർട്ടി പരിപാടികളിലും അല്ലാതെയും പൊതുസമൂഹത്തിൽ സജീവമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ താനാണ് നിർബന്ധിച്ച് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് അയച്ചത്. സമരത്തിന്റെ ഇടയിൽ എപ്പോഴോ തലയിൽ അടിയേറ്റ രാഹുൽ മാങ്കൂട്ടം അതെല്ലാം മറന്ന് തന്റെ സഹപ്രവർത്തകരെ കാണുവാനും ജാമ്യം ലഭിച്ചപ്പോൾ അവർക്ക് സ്വീകരണം നൽകുവാനും ഒക്കെ ഈ പൊതുസമൂഹത്തിൽ സജീവമായിരുന്നു. പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്, അതും ഇത്ര നാടകീയമായി എന്നാണ് വി.ഡി. സതീശൻ ചോദിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകനെതിരെ യാതൊരു നടപടിയുമില്ല. മൊഴി കൊടുക്കുവാൻ പോലും പോലീസ് സ്റ്റേഷനിലേക്ക് അയാൾ എത്തിയിട്ടുമില്ല. അയാൾക്കെതിരെ ഒരു അറസ്റ്റുമില്ല. ചാലക്കുടിയിൽ പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി നിന്ന് അത് നശിപ്പിച്ചപ്പോൾ അത് നശിപ്പിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ യാതൊരു കേസുമില്ല. ചാലക്കുടിയിലെ SIയുടെ കയ്യും കാലും വെട്ടുമെന്ന് പൊതുസമൂഹത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് SFIയുടെ സംസ്ഥാന ഭാരവാഹി പറഞ്ഞപ്പോൾ അതിനെതിരെ ഒന്നും പറഞ്ഞില്ല പോലീസ്, അറസ്റ്റ് പോലും ചെയ്തില്ല. പിന്നെ എന്തിനാണ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ മാത്രം ഒരു ഭീകരവാദിയെ പോലെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് എന്ന് പറയാതെ പറയുകയാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. സംഭവിക്കുന്നത് സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത നടപ്പാക്കാൻ ശ്രമിക്കുക. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് പ്രതിയാക്കിയതിനെ തുടർന്ന് ഒളിവിൽ പോയ ആളല്ല, കൊലക്കേസിലെ പ്രതിയല്ല. അദ്ദേഹം വിസിബിൾ ആയിരുന്നു എല്ലാ സ്ഥലത്തും. DGP ഓഫീസ് മാർച്ചിലുണ്ടായിരുന്നു, ജയിലിൽ സഹപ്രവർത്തകരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, ജാമ്യം കിട്ടിയ സഹപ്രവർത്തകർക്ക് സ്വീകരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്ത് നിരവധി വിചാരണ സദസ്സുകളിൽ UDF നടത്തിയ പരിപാടികളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് വീട്ടിൽ പോയി വാതിൽ മുട്ടി തുറന്ന് പോലീസ് അകത്തേക്ക് കയറി അദ്ദേഹം ഉറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങുന്ന വാതിലിൽ മുട്ടി വിളിച്ച് ഇങ്ങനെ ബലം പ്രയോഗിച്ചൊരു ഷോ കാണിച്ച് സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് യൂത്ത് കോൺഗ്രസിനെയും UDFനെയും ഭയപ്പെടുത്താമെന്ന് പിണറായി വിജയൻ കരുതണ്ട. താൻ ജാമ്യമെടുക്കില്ല, തന്റെ സഹപ്രവർത്തകർ ജയിലിൽ പോയതുപോലെ ജയിലിൽ പോകാം എന്ന് പറഞ്ഞ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഞങ്ങളാണ് അദ്ദേഹത്തെ നിർബന്ധിച്ചത്. കാരണം അന്ന് അദ്ദേഹത്തിന് തലയിൽ ശിരസിൽ ഒരു അടിയേറ്റിരുന്നു. അതിനെ തുടർന്ന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരു അസുഖമുണ്ടായപ്പോൾ 4-5 ദിവസം അദ്ദേഹം ആശുപത്രിയിലുണ്ടായിരുന്നു. തിരുവനന്തപുരത്തൊരു പ്രധാന ആശുപത്രി. ആ ആശുപത്രിയിൽ അല്ലാതായ എല്ലാ ദിവസവും അദ്ദേഹം പുറത്തുണ്ടായിരുന്നു. ഇന്നലെയും അദ്ദേഹം കൊല്ലത്ത് കുണ്ടറയിൽ ഒരു പരിപാടിയിൽ ചടങ്ങാൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഞാനാണ് നിർബന്ധിച്ച് അദ്ദേഹത്തെ വീട്ടിൽ പോയി ഒരാഴ്ച വിശ്രമിച്ച് പുറത്തിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വീട്ടിലേക്ക് അയച്ചത്. അപ്പോ ചികിത്സയെ തുടർന്ന് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഞങ്ങൾ അയച്ച ഒരാളെയാണ് ഇവര് വീട്ടിൽ കയറി വന്ന് അറസ്റ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്താൻ നോക്കുന്നത്. ആരെ പഠിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ആരെ പഠിപ്പിക്കാൻ നോക്കുകയാണ്? ഈ കോടതി പറഞ്ഞിട്ട് ജാമ്യമില്ലാത്ത കേസെടുത്ത മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാര് മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നടക്കാണ്. അവരെ അറസ്റ്റ് ചെയ്യില്ല. അവർക്ക് മൊഴി കൊടുക്കാൻ നേരെയില്ല. മൊഴി കൊടുക്കാൻ പോലീസ് വിളിച്ചിട്ട് മൊഴി കൊടുക്കാൻ കോടതി ആവശ്യപ്പെട്ടനുസരിച്ച് ജാമ്യമില്ലാത്ത കേസെടുത്ത മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ രണ്ടുപേരും ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായിട്ടില്ല. ഞാൻ നിൽക്കുന്നത് ചാലക്കുടിയിലാണ്. ചാലക്കുടിയിൽ പോലീസ് ജീപ്പിന്റെ മീതെ കയറി പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത ആളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അയാളെ രക്ഷിച്ച് കൂട്ടിക്കൊണ്ടുപോയ CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ചാലക്കുടി SIയെ റോട്ടിലിട്ട് പേപ്പറ്റിയെ പോലെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞ SFI സംസ്ഥാന നേതാവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതിന്റെ ഇരട്ടനീതിയാണ്, ഇരട്ടനീതി. ഇതേ തുടർന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ തന്റെ ഫേസ്ബുക്കിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്.
അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. സർ, CPയെ പോലും ലജ്ജിപ്പിക്കുന്ന കിരാത നടപടിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാടകീയമായ അറസ്റ്റ്. സ്തുതിപാഠകരാൽ ചുറ്റപ്പെട്ട മുഖ്യമന്ത്രി സമനില തെറ്റിയതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. രാഹുലിനെ കരിച്ചുകളയാമെന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ ആ പരിപ്പ് ഇവിടെ വേവിയില്ല. പോലീസ് മർദ്ദനമേറ്റ രാഹുലിനെ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വന്നയുടനെയാണ് അപ്രതീക്ഷിതമായി അറസ്റ്റ് ചെയ്തത്. ഭീകരനോട് പോലും ഇങ്ങനെ ചെയ്യില്ല. ക്രിമിനൽ കേസിലെ പ്രതികളെ പിടികൂടുന്നത് പോലെ വീട് കയറി വളഞ്ഞിട്ട് പിടികൂടേണ്ട ഒരു സാഹചര്യവുമില്ല. സംസ്ഥാനത്തെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന പൊതുപ്രവർത്തകനാണ്. നോട്ടീസ് അയച്ചു വിളിച്ചാൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നയാളാണ് അദ്ദേഹം. CPMും പോലീസും ചേർന്നുള്ള വ്യക്തമായ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടിയും ഇരുമ്പ് വടിയും കൊണ്ട് ആക്രമിച്ച DYFI CPM ക്രിമിനലുകളും കുറുവടി ഉപയോഗിച്ച് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും KPCC ഭാരവാഹിയുടെ വീട് ആക്രമിച്ച ക്രിമിനലുകൾ നാട്ടിൽ സ്വൈര്യവിഹാരം നടത്തുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തത്. പ്രതിഷേധിക്കുന്നവരെ ഈ അറസ്റ്റിലൂടെ നിശബ്ദമാക്കാമെന്ന ഫാസിസ്റ്റ് ചിന്താഗതി കോൺഗ്രസിന്റെ അടുത്ത് വിലപ്പോകില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കളമൊരുക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നിരവധി സമരങ്ങളാണ് നടക്കുവാൻ പോകുന്നത്. ഒരു അക്രമിയെ പിടിക്കുന്നത് പോലെ, ഒരു കൊലയാളിയെ പിടിക്കുന്നത് പോലെ വീട് വളഞ്ഞ് ഉറങ്ങിക്കിടന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് എവിടുത്തെ രാഷ്ട്രീയ നീതിയാണ്? ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്.